അങ്ങനെ ഇന്നലെ വൈകുന്നേരം മമ്മൂട്ടിയുടെ ടർബോയുടെ ട്രെയിലർ ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനമായിരുന്നു. മിഥുൻ മാനുവൽ തോമസും വൈശാഖും കൂടെ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് എനിക്ക് എനിക്ക് കിട്ടുന്ന ത്രില്ല് എന്താണെന്ന് നോക്കാം. നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? ജോസാടാ. ടർബോ ജോസ്. വാവ്, ഷമീർ മുഹമ്മദാണ് കണ്ടത്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ഡംബിൾ, ഇന്ദു പ്ലസ് ടു, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. എനിക്കറിയില്ല. ഇപ്പൊ കളിച്ച് കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാണോ? உங்களுக்கு தெரியுமா? ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നു. 8 ഇതിന് പിന്നിലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ കൊല്ലാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? See you soon എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. വേറെ ലെവല് തെലുങ്ക് സിനിമയാണോടെ മലയാളത്തിൽ. I just love this part. അടി ഇടി വെടി ആ ബീറ്റ് കൊള്ളാം. ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും. അടി ഇടി വെടി മറ്റേ മൊത്തത്തിലൊരു ഭൂകമ്പാവസ്ഥ. കിഡിലൻ ട്രെയിലർ. കിഡിലെന്നൊന്നും പറഞ്ഞാൽ പോലെ കിഡിലൻ ട്രെയിലർ, കിട്ടിക്കാച്ചി ട്രെയിലർ എന്നൊക്കെ പറയും. അങ്ങനത്തെ സാധനമായിരുന്നു. ഷമീർ നല്ല ഗംഭീരമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഷമീർ മുഹമ്മദാണ് എഡിറ്റർ. പുള്ളി പിന്നെ എഡിറ്റിങ്ങിൽ പുള്ളി ഭയങ്കര കിടുവാണല്ലോ, എന്നാലും കിടിലമായിട്ട് പുള്ളി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രെയിലർ. ഈ ട്രെയിലറിൽ കണ്ട ഈ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തിയേറ്ററിൽ കിട്ടിയ തിയേറ്റർ പൂരപ്പറമ്പാവാനുള്ള എല്ലാ ചാൻസും ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ട്രെയിലറായിരുന്നു. വൈശാഖ്, എനിക്ക് തോന്നുന്നു വൈശാഖിന് ഇതിന് മുമ്പ് ഒരു സിനിമയ്ക്ക് പറ്റിയ അബദ്ധമൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് കുറച്ച് കിടിലമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വൈശാഖിൻ്റെ കുറച്ച് സ്ഥിരം സാധനങ്ങളുണ്ടല്ലോ, ഒരു കാർ ചേസ് വേണം, കുറച്ച് അടി ഇടി വെട്ടി സാധനങ്ങൾ, അതെല്ലാം പക്കയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വില്ലന്മാരൊക്കെ റേഞ്ച് വിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഗംഭീരമായ പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയേണ്ടത് അവരുടെ പ്രായത്തെപ്പറ്റി നമ്മളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് മനസ്സിലാക്കുക തന്നെ വേണം. കാര്യം മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ഈ 73-ാമത്തെ വയസ്സിൽ, 73 അതെ, ആ പ്രായത്തിൽ പുള്ളി ഗംഭീരമായിട്ട് മാസ് ആക്ഷൻ സാധനം ചെയ്തിട്ടുണ്ട്. ചിലപ്പം പുള്ളിയുടെ പരിമിതികൾക്കുള്ളിൽ നിർത്തിക്കൊണ്ടായിരിക്കാം അത് ചെയ്യിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അത് സാധനം എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള മാസ് ആക്ഷൻ, ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ട്സ് മാത്രം ഉൾക്കൊള്ളിക്കുന്ന സിനിമകൾ ശരിക്കും എനിക്ക് തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും FTFS തിയേറ്ററിൽ കണ്ടിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള സിനിമകളിൽ നമ്മൾ ഭയങ്കരമായ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കാൻ പോകാറില്ലല്ലോ. ഇതിൽ ഒരു ചെറിയ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം RDXന്റെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രം മതി, ഒരു ചെറിയൊരു സാധനം, ഒരു ചെറിയ ത്രെഡ് മതി ഉണ്ടെന്നുണ്ടെങ്കിൽ പടം വേറെ റേഞ്ച് ആയിരിക്കും. കാര്യം മേക്കിംഗ് ലെവലിൽ അത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണ്. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന സ്റ്റാർഡം, സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ബിഗ് ബി നിൽക്കുന്ന ആ പൊസിഷൻ അവർ നന്നായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പുള്ളിയുടെ ഒരു സ്റ്റാർഡത്തെ. അപ്പം ഒരു മാസ് ആക്ഷൻ, പക്ക മാസ് മസാല സിനിമ. പിന്നെ അതിനകത്ത് വന്ന ബീറ്റ്, ആ സാധനം അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് എനിക്കൊന്ന് ഈ മാർഗം കളി, ആ ഒരു ഈ ജ്ഞാനായ വിഭാഗത്തിൻ്റെയൊക്കെ കല്യാണത്തിനോടനുബന്ധിച്ചുള്ള സോങ്ങിൻ്റെയൊക്കെ ഒരു ബീറ്റുമായിട്ടൊക്കെ ഭയങ്കര സാമ്യത തോന്നി.
എന്തായാലും ഗംഭീര ട്രെയിലറായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിന് മുകളിലാണ് ട്രെയിലർ. അപ്പോൾ ഈ ട്രെയിലർ കണ്ടതിൻ്റെ ഒരു 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 75% എങ്കിലും നമുക്ക് തിയേറ്ററിൽ കിട്ടിയ തിയേറ്റർ പൂരപ്പറമ്പാകാനുള്ളതും പിന്നെ ഇനി അടുത്ത 100-200 കോടിയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗംഭീര മാസ് മസാല സിനിമയായിരിക്കും. എന്തായാലും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ വന്ന് സിനിമ കാണട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും FTFC സിനിമ ഉറപ്പായിട്ട് ഞാൻ തിയേറ്ററിൽ കാണും. ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. Bye bye.